ഹലോ നമസ്കാരം, എല്ലാവർക്കും സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈമിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മുറപ്പെണ്ണ് എന്ന സുധാകർ മംഗളോദയം നോവലിന്റെ ഒന്നാമത്തെ അധ്യായമാണ്. കമലെ, ഒതുക്കുകൾക്കാരെ അകത്തേക്ക് പാഞ്ഞുകൊണ്ട് അമ്മാളക്കുട്ടിയമ്മ വിളിച്ചു. കാർ വന്നു. അഷ്ടമംഗല്യത്താലവും പനിനീർ വീശിയും കളപക്കിണ്ണവും ഒക്കെ എടുത്തോളൂ. വെള്ളിയോട്ട് കിണ്ടിയില് വെള്ളം എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഒരു വായില് നിരവധി നിർദ്ദേശങ്ങളും അന്വേഷണങ്ങളും. അമ്മാളക്കുട്ടിയമ്മ അറവാതുക്കലെത്തിയപ്പോഴേക്കും കമല അഷ്ടമംഗല്യത്താലവുമായിട്ട് വന്നു കഴിഞ്ഞു. പുറകെ പനിനീർ വീശിയുമായി അനിയത്തി തങ്കലില്ല. കളപക്കിണ്ണവും വെള്ളോട്ടുകിണ്ടിയും കോലുവിളക്കുമായി വകയിലുള്ള രണ്ട് അമ്മായിമാരും ഒരു ചെറിയമ്മയും. അറവാതുക്കലെ നിലവിളക്ക് കൊളുത്തിക്കോളൂ. കമലയുടെ കയ്യിൽ നിന്നും അഷ്ടമംഗല്യത്താലം കൈപ്പറ്റിക്കൊണ്ട് അമ്മാളക്കുട്ടിയമ്മയുടെ അടുത്ത നിർദ്ദേശം. 7 തിരിയും കത്തിക്കണേ. തുടർന്ന് വധൂവരന്മാരെ വരവേൽക്കാനായി ആ സംഘം പടിപ്പുരവാതുക്കലേക്ക് നടന്നു. താലവുമായിട്ട് തങ്കലീല ഉണ്ടായിരുന്നു. കമല മാത്രം ഉമ്മറയത്ത് നിന്നു. പടിക്കിൽ നിന്നും കുരവ കേൾക്കായി. വരൻ അമ്മാളക്കുട്ടിയമ്മയുടെ രണ്ടാമത്തെ മകൻ നന്ദഗോപൻ, വധു രാഖി. പട്ടിലും പൊന്നിലും പൊതിഞ്ഞ് സുന്ദരി തലമുഴിഞ്ഞ് അമ്മാവിയമ്മ മരുമകളെ എതിരേറ്റു. നെറ്റിയിലെ സിന്ദൂരക്കളപ്പവും അണിയിച്ച് പനിനീര് കളിച്ചു. കുരവയും മാർപ്പും ഉയർന്നു. നന്ദഗോപന്റെ ഒപ്പം ഏട്ടൻ രവീന്ദ്രൻ, അനിയൻ ദിലീപും ഉണ്ടായിരുന്നു. രാഖിയെ സ്വീകരിക്കാൻ കമലവും തങ്കലീലവും. പതിവ് ചടങ്ങുകൾക്ക് ശേഷം വധുവിന്റെ കൈപിടിച്ച് മുകളിലുള്ള നന്ദഗോപന്റെ അറയിലെത്തിച്ചു. നാട്ടുമ്പുറത്തെ പെണ്ണുങ്ങളാ, തങ്കലീല പറഞ്ഞു. അവരുടെ ഇടയിൽ നിന്നും ഏടത്തിയമ്മ വിഷമിക്കുന്നു. ഞാനിങ്ങ് കൂട്ടിക്കൊണ്ടുവന്നതാ. പറയാനാവുന്നതും പറയാത്തതൊന്നും അവറ്റോൾക്കറിയില്ല. കാറിൽ ഇത്രയും ദൂരം യാത്ര ചെയ്തല്ലേ, കുറച്ച് വിശ്രമിച്ചോളൂട്ടോ. കോണിപ്പട ഇറങ്ങി തങ്കലീല താഴേക്ക് പോയി. പാവാടയും ധാവണയും അണിഞ്ഞ ഒരു പെൺകുട്ടി. രാഖിക്ക് മനസ്സിലായില്ല. അമ്മാളക്കുട്ടിയമ്മയ്ക്ക് മക്കള് 3 ഉള്ളൂ എന്ന് രാഖിക്ക് അറിയായിരുന്നു. മൂത്തയാള് രവീന്ദ്രൻ. പഠിപ്പുണ്ടെങ്കിലും രവിക്ക് ഇതുവരെ ഒരു ജോലി തരപ്പെട്ടിട്ടില്ല. അതിനാല് കൃഷിപ്പണികളൊക്കെ നോക്കി നടത്തി വീട്ടിൽ തന്നെ നിൽപ്പാണ്. ഒരു ജോലി കിട്ടിയിട്ടേ കല്യാണത്തിനുള്ളൂ എന്ന് പറഞ്ഞ് അനുജനായ നന്ദഗോപനും വഴിമാറിക്കൊടുക്കുകയും ചെയ്തു. ഏറ്റവും ഇളയവൻ ദിലീപ്. പി.ഡിഗ്രി തോറ്റതോടെ പഠിപ്പ് നിർത്തിയ ദിലീപ് വീട്ടിലെ റിബലാണെന്നാണ് നന്ദഗോപൻ പറയാറ്. ഇഷ്ടപ്പെടാത്തത് എന്ത് കണ്ടാലും മുഖത്തടിച്ച പോലെ പറയും. സമയവും സന്ദർഭവും നോക്കുകയില്ല. തരപ്പടിക്കാരായ ചില ചെത്തു പിള്ളേരുമായിട്ട് അമ്പലപ്പറമ്പിലും വായനശാലപ്പടിയിലും ഒക്കെ ആയിട്ട് എപ്പോഴും അവനെ കാണാമെന്നും നന്ദഗോപൻ ആവലാതിപ്പെടാറുണ്ട്. രാഖി അകത്ത് ചെല്ലുമ്പോൾ നന്ദഗോപൻ ഫ്ലവർ വേസിലെ പ്ലാസ്റ്റിക് പുഷ്പങ്ങൾ മാറ്റി പ്രതിഷ്ഠിക്കായിരുന്നു. ഈ ചെറിയ വേസില് ഇത്രയും വലിയ പൂക്കൾ യോജിക്കില്ല അല്ല രാഖി? അയാള് പുതുമണവാട്ടിയുടെ അഭിപ്രായം തേടി. മറുപടി പറയാതെ രാഖി ആ മുറിക്കുള്ളിലൂടെ ഒന്ന് കണ്ണോടിച്ചു. പഴയ മാതൃകയിലുള്ള ആ വീടിന് യോജിക്കാത്ത വിധം പരിഷ്കരിക്കപ്പെട്ടിരുന്നു ആ കിടക്കറ. രാഖിയെ അത് സന്തോഷിപ്പിച്ചു. പട്ടണത്തിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ് രാഖി. നന്ദന് ഒട്ടും ചേരാത്ത വിധം സമ്പന്നയും. രാഖിയെ തനിക്ക് കിട്ടിയത് ജാതകത്തിലെ ഭാഗ്യമായിട്ട് അയാൾ കരുതുന്നുണ്ട്. ബാങ്കിൽ അടുത്തടുത്ത സീറ്റുകളിലിരുന്ന് ജോലി ചെയ്തപ്പോൾ അറിയാതെ രൂപം കൊണ്ട സൗഹൃദം. സഹപ്രവർത്തകരുടെ കുസൃതി വർത്തമാനങ്ങൾ അതിന് പുതുനിറങ്ങൾ നൽകി. ഒടുവില് എതിർക്കുമെന്ന് ഭയന്നിരുന്ന രാഖിയുടെ അച്ഛൻ ശിവദാസപിള്ള ഒരുതരം മൗനസമ്മതം മൂളി. മകളുടെ ഇഷ്ടത്തിനനുസരിച്ച് വഴങ്ങുകയായിരുന്നു. ആ കുട്ടി. രാഖി നന്ദഗോപനോട് ചോദിച്ചു. എന്നെ മുറിയിൽ കൊണ്ടുവിട്ടിട്ട് പോയ നീല പട്ടുപാവാടയും ധാവണയിട്ട പെണ്ണ് നന്ദേട്ടന് സഹോദരിമാരില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുന്നത്. എന്നെ ഏടത്തിയമ്മാമെന്ന് വിളിക്കുകയും ചെയ്തു. അത് തങ്ക. നന്ദഗോപൻ പുഞ്ചിരിച്ചു. തങ്ക എന്നാണ് ശരി പേര്. അത്ര കുട്ടിയൊന്നല്ല, 19 വയസ്സുണ്ട്. MSc 1ാം വർഷം. പഠിക്കാൻ കേമിയ. നിശ്ചയത്തിനൊക്കെ എൻ്റെ ഏട്ടൻ്റെ ഒപ്പം വന്ന ഗോവിന്ദ കൈമളില്ലേ, അവരുടെ മകളാ. ഈ തങ്കലയിലോടൊപ്പം മറ്റൊരു പെൺകുട്ടിയെ കൂടി കണ്ടല്ലോ. കസവ് നേരിയതെടുത്ത് കുറച്ചുകൂടി വെളുത്ത നല്ല സുന്ദരിയായ ഒരു കുട്ടി. രാഖിയെ നോക്കി നന്ദൻ അല്പം ഉറക്കെ ചിരിച്ചു. വന്നപ്പോ തന്നെ എല്ലാരെയും ശ്രദ്ധിച്ചല്ലോ, പിന്നെ ശ്രദ്ധിക്കണ്ടേ? ഞാൻ ഈ വീട്ടിലെ അംഗമാവുകയല്ലേ. അത് ശരിയാ. നന്ദഗോപൻ തലയാട്ടി. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. രാഖി നന്ദനെ ഉറ്റുനോക്കി. ആ വെളുത്ത സുന്ദരി ഏതാ? കല്യാണത്തിന് സമ്മതിക്കാൻ വന്ന അകന്ന ബന്ധുവായി തോന്നിയില്ല. എനിക്ക് ചായ കൊണ്ടു തന്നത് ആ കുട്ടിയാ. ഓടി നടന്ന് മറ്റുള്ളവരെ സൽക്കരിക്കുന്നതും കണ്ടു. അത് മുറപ്പെണ്ണാണോ? ആണെങ്കിൽ നന്ദൻ കുസൃതിയിൽ ചിരിച്ചു. ഇത്രയും സുന്ദരിയായ ഒരു മുറപ്പെണ്ണുണ്ടായിട്ടും ഈ ഉള്ളവളുടെ മനസ്സ് തടഞ്ഞു പോകാൻ കാരണം എന്താന്ന് പറഞ്ഞില്ല. അത് അറിഞ്ഞൂല്ല. ഈ കാണുമ്പോഴൊക്കെയുള്ള സൗന്ദര്യം മാത്രമേ ഉള്ളൂ അവൾക്ക്. തനി മണ്ടൂസ. തലക്കുള്ളിൽ ശുദ്ധ നിലാവ്. ആരാ അവള്? അത് പറ. കമല.
തന്നെ ഇവിടെ കൊണ്ടാക്കിയ തങ്കയുടെ നേരെ മൂത്തോള്. അമ്മയുടെ ഏക സഹോദരനായ ഗോവിന്ദമാമയ്ക്ക് ഈ രണ്ട് പെൺപിള്ളേരേ ഉള്ളൂ. 12-ാം വയസ്സ് തൊട്ട് കമല ഇവിടെയാ. അമ്മയുടെ സഹായിയായിട്ട് നിൽക്കുക. ഇവിടുത്തെ സർവ്വ പണിയും ചെയ്യും. ഒരു മിനിറ്റ് നേരം വെറുതെ ഇരിക്കുന്നത് കാണാൻ പറ്റില്ല. രാഖിയുടെ മുഖം വന്നു. ഇങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെയുള്ള കാര്യം ഇതുവരെ നന്ദേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പറയേണ്ട സന്ദർഭം ഉണ്ടായിട്ടില്ല. അത്ര തന്നെ. ഈ ഗോവിന്ദമാമ സമ്പന്നനല്ല അല്ലേ? ഇല്ല. അതെന്താ രാഖി എങ്ങനെ? സമ്പന്നയല്ലാത്തത് കൊണ്ടല്ലേ ആ കമലയെ നന്ദേട്ടൻ വേണ്ടെന്ന് വെച്ചത്. എന്താ ഒരു കുനിഷ്ട്? രാഖിയുടെ കൈത്തണ്ടയിൽ ഒരു നുള്ളു കൊടുത്തു നന്ദൻ. എത്ര സമ്പത്തുണ്ടായാലും ഒരു 9 വയസ്സുകാരിയെ എനിക്ക് വേണ്ട രാഖി. കമല 9 വയസ്സുകാരിയാണോ? രാഖിക്ക് അത്ഭുതം. തങ്കലയില MSc കാരിയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് കമലയ്ക്ക് അത്രയൊക്കെ പഠിത്തം കാണുന്ന. പഠിത്തത്തിന്റെ കാര്യം മാത്രമല്ല പെണ്ണെ, കമല എന്റെ ഏട്ടന് വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുക. രവിയേട്ടന് വേണ്ടിട്ടോ? ആ രവിയേട്ടന് എന്തെങ്കിലും ഒരു ജോലി കിട്ടേണ്ട താമസമുള്ളൂ. മൂപ്പര് കമലയുടെ കഴുത്തിൽ താലികെട്ടൻ. നോയമ്പ് നോറ്റ് അതിനായിട്ട് കാത്തിരിക്കുക കമലയും. കാർമേഘം നീങ്ങിയ ചന്ദ്രബിംബം പോലെ രാഖിയുടെ മുഖം. തൽക്കാലം വിശ്രമിക്കുന്നോ അതോ കുളിക്കുന്നോ? നന്ദൻ രാഖിയോട് തിരക്കി. കുളിക്കണം, രാഖി പറഞ്ഞു. വല്ലാതെ വേർതിരിക്കുന്നു. കുളിച്ചിട്ട് വേണം ഈ വേഷം മാറ്റാൻ. തൊടിയിൽ കുളമുണ്ട്, ഞാൻ കൂട്ടുവരണോ? അയ്യോ, കുളത്തിൽ കുളിക്കാനോ? രാഖി മുഖം ചൊളിച്ചു. എന്താ, ഇവിടെ ബാത്റൂമില്ലേ? ഉണ്ടല്ലോ. നന്ദൻ ചിരിയോടെ തലയാട്ടി. എന്റെ രായ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഇവിടെ തന്നെ ഒരു ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടല്ലോ. താഴെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. പട്ടണക്കുട്ടിക്ക് മുങ്ങി കുളിക്കാൻ വല്ല പൂതിയുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയ കുളത്തിൽ പോകാന്ന് പറഞ്ഞു. തൽക്കാലം അത്തരം യാതൊരു പൂതിയില്ല ഏട്ടാ. രാഹി തന്റെ സ്യൂട്ട് കേസ് തുറന്ന് ടവല് തപ്പിയെടുത്തു. എവിടെയാ ടോയ്ലറ്റ്? തിരിഞ്ഞ് നന്ദനെ നോക്കി. എന്താ? നന്ദൻ ചെന്ന് ടോയ്ലറ്റിന്റെ വാതിൽ തുറന്നു പിടിച്ചു. കല്യാണ വീട്ടിൽ ഏറെക്കുറെ ആളൊഴിഞ്ഞിരിക്കുന്നു. പന്തലഴിക്കുന്നവരും പുതിയ പെണ്ണിനെ കാണാനെത്തിയ അയൽക്കാരി സ്ത്രീകളും മാത്രം അവശേഷിച്ചു. അമ്മാളിക്കുട്ടിയമ്മയുടെ ഏക സഹോദരനായ ഗോവിന്ദൻകുട്ടി നായരും പോകാനൊരുങ്ങി. നാളെ പോയാ പോരെ ഗോവിന്ദുട്ടി? അമ്മാളിക്കുട്ടിയമ്മ ആരാഞ്ഞു. വീടടച്ചുപൂട്ടി പോന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞില്ല അമ്മയടുത്ത്. ഗോവിന്ദൻകുട്ടി നായർ ചോദിച്ചു. ഇപ്പൊ ഇറങ്ങിയാല് ഒരു ബസ് ഉണ്ടേ? ഇരുട്ടാകും മുമ്പ് അവിടെ എത്തുകയും വേണമല്ലോ. പ്രായമായ ഒരു പെണ്ണും കൂടെയുള്ളതല്ലേ. അച്ഛനോടൊപ്പം പുറപ്പെടാൻ തയ്യാറായ തങ്കലയിലെയും എത്തിക്കഴിഞ്ഞു. അമ്മാളിക്കുട്ടിയമ്മ പിന്നെ തടസ്സമൊന്നും പറഞ്ഞില്ല. അച്ഛനെയും അനിയത്തിയും യാത്രയക്കാനായി കമല പടിപ്പുരക്കിലേക്ക് മുന്നിലെ ഇടവഴി വരെ ഒന്ന് ചെന്നു. നന്ദന്റെ പെണ്ണങ്ങനെ മോളെ? ഗോവിന്ദൻകുട്ടി നായർ കമലയോട് തിരക്കി. കണ്ടിട്ടത്ര ഏറ്റക്കൈയുള്ളതായിട്ട് തരായിട്ട് തോന്നിയില്ല. ഇല്ലേ? നന്നായി ചിരിച്ചു കാണിക്കുന്നത് കൊണ്ട് അച്ഛന് തോന്നിയതാ, തങ്കലയിൽ പറഞ്ഞു. എത്രയൊക്കെയായാലും ടൗണിൽ വളർന്നതല്ലേ. മേലനങ്ങണ ലക്ഷണമൊന്നും ഇല്ല. അതിപ്പോ എങ്ങനെയായാലും നീ ആരുടെയും ചേടി വേലയ്ക്കൊന്നും പോകണ്ട, ഗോവിന്ദൻകുട്ടി നായർ കമലയെ ഉപദേശിച്ചു. അമ്മയടുത്തിടെയും രവിയുടെയും ഉണ്ണിയുടെയും കാര്യം നോക്കിയാൽ മാത്രം മതി. നീ നന്ദന്റെ കാര്യങ്ങൾ ഇനി അവള് നോക്കട്ടെ. സർവ്വ മുറികളും കഴുകി തുടയ്ക്കാനും സകലരുടെയും തുണി തിരുമ്പാനും നീ വേലക്കാരിയൊന്നും അല്ലല്ലോ. അച്ഛന് ഇത്തിരി കാശിന്റെ പ്രയാസമുള്ളതുകൊണ്ടാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത്. അമ്മയടുത്തേക്ക് ഒരു കയ്യാട്ട ആയിക്കോട്ടെ എന്ന് കരുതി. എന്ന് വെച്ച് ഈ വന്നവൾക്ക് നിനക്കും ഈ വീട്ടിൽ ഒരേ സ്ഥാന. ജോലി ആവട്ടെ എന്ന രവിയുടെ ഒരേ ഷാഠ്യം കാരണ ഇല്ലാച്ച ആദ്യം നടക്കുമായിരുന്നത് നിങ്ങളുടെ കല്യാണം. മുഖം താഴ്ത്തി നിശബ്ദം നിന്ന് കേട്ടതല്ലാതെ കമല മറുപടിയൊന്നും പറഞ്ഞില്ല. അച്ഛൻ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് അവൾക്കും അറിയാം. അമ്മാളിക്കുട്ടി അമ്മയുടെ ഭർത്താവ് രാമൻകുട്ടി മേനോൻ മരിച്ചതറിഞ്ഞ് അച്ഛനോടൊപ്പം ഇവിടേക്ക് കയറി വന്നതാണ് അവള്. കമലയ്ക്കെന്ന് 12 വയസ്സാ. സഞ്ചയനം കഴിഞ്ഞ് അച്ഛനോടൊപ്പം മടങ്ങിപ്പോകാൻ ഒരുങ്ങിയപ്പോ അമ്മാളിക്കുട്ടിയമ്മ സ്വസഹോദരനോട് യാചിച്ചു. അവളെ കൊണ്ടാവല്ല ഗോവിന്ദ. ഭർത്താവിന്റെ മരണം സൃഷ്ടിച്ച ആഘാതത്തിൽ മാനസികമായും ശാരീരികമായും തകർന്നുപോയ അമ്മാളിക്കുട്ടിയമ്മ ഒന്നിനും വയ്യാത്തൊരവസ്ഥയും. എഴുന്നേറ്റ് നടക്കാൻ തന്നെ 2-3 വർഷത്തെ ചികിത്സ വേണ്ടി വന്നു. അമ്മാളിക്കുട്ടിയമ്മയുടെ 3 ആൺകുട്ടികളും പഠിക്കുകയാണ്. അവർക്ക് വെച്ചു വിളമ്പാനും വീട് വൃത്തിയാക്കാനും ത്രിസന്ധ്യയ്ക്ക് പൂമുഖത്തൊരു വിളക്ക് കൊളുത്താനും ആരെങ്കിലും വേണം. തളർന്നു കിടക്കുന്ന അമ്മാളിക്കുട്ടിയമ്മയുടെ ദൈനംദിന കാര്യങ്ങൾ നോക്കണം. കമല 7-ാം ക്ലാസ് പഠിക്കുകയാണ്. അന്ന് മുതൽ ആ തറവാട്ടിലെ അംഗമായി കമല. എല്ലാവർക്കും വെച്ചു വിളമ്പി. കാലത്തും വൈകുന്നേരം വീട് അടിച്ചുവാരി 3 ആൺകുട്ടികളുടെയും വിഴുപ്പലക്കി. അമ്മാളിക്കുട്ടിയമ്മയും കിടപ്പിലും ഇരിപ്പിലും വേണ്ടുവണ്ണം ശുശ്രൂഷിച്ചു. സൂര്യതേജസ്സോടെ ജ്വലിച്ചുകൊണ്ടിരുന്ന സ്വഭാഗോദയത്തിന്റെ വിളക്ക് ഊതി അണച്ച് ശേഷിച്ച എണ്ണ മുഴുവൻ ആ 3 ആൺമക്കൾക്കും വിളങ്ങാനായി പകർന്നു കൊടുത്തു ആ ബാലിക. രാത്രി കമല തന്നെ എല്ലാവർക്കും അത്താഴം വിളമ്പി. അമ്മാളിക്കുട്ടിയമ്മയും 3 ആൺമക്കളും ഇരുന്നു.
എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എടുത്തു കൊടുക്കാൻ തയ്യാറായി കമല അടുക്കള വാതിലിന് പാതി മറിഞ്ഞ് നിലയുറപ്പിച്ചു. ഏറ്റവും ഒടുവിലാണ് രാഗി ഉൺമുറിയിലെത്തിയത്. മോളും ഇരിക്കി, അമ്മാളിക്കുട്ടിയമ്മ രാഗിയോട് പറഞ്ഞു. ഇവിടെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത്. പട്ടണത്തിൽ ശീലിച്ച രാഗിക്ക് അലോഗ്യം ഉണ്ടാവണ്ട എന്ന് കരുതി മനഃപൂർവ്വം ഒരു നുണ പറഞ്ഞതാണ് അമ്മ. രാഗി ചുറ്റൂന്ന് കണ്ണോടിച്ചു. വാതിലിന്റെ മറവിലിരിക്കുന്ന കമലയെ കണ്ടു. കമല ഇരിക്കണില്ലേ? രാഗി അന്വേഷിച്ചു. ഓ, എല്ലാവരും ഊണ് കഴിച്ച് എഴുന്നേറ്റ് പോയ ശേഷം അവളിരിക്കൂ, അമ്മാളിക്കുട്ടിയമ്മ പറഞ്ഞു. അതിന്റെ ശീലാതാ. എങ്കിൽ ഞങ്ങൾ ഒന്നിച്ചിരുന്നോളാം അമ്മേ. രാഗി. അമ്മാളിക്കുട്ടിയമ്മയുടെ കണ്ണുകളും മിഴിച്ചുപോയി. ഇങ്ങനെയുടെ ഒരു മരുമകളാണ് അവർ സ്വപ്നം കണ്ടത്. പിറ്റേന്ന് തൊടി കാണാൻ പുറത്തിറങ്ങിയ രാഗി കുളത്തിൽ തുണി തിരുമ്പിക്കൊണ്ടിരുന്ന കമലയുടെ അടുത്തെത്തി. ഞാനിവിടെ വന്നിട്ട് ഒരു സമയത്തും കമല വെറുതെ ഇരിക്കുന്നത് കണ്ടിട്ടില്ല. കുട്ടിയെന്താ ഇവിടുത്തെ വേലക്കാരിയാണോ? ചിരിയോടെ ചോദ്യം. രാഗിയുടെ നേർക്ക് സൗമ്യമായൊരു നോട്ടം. കമല വീണ്ടും തുറന്നു. ജോലി. എന്തു മുടിയാ കമലയ്ക്ക്? രാഗി കണ്ണുകൾ വിടർത്തി. എന്തെണ്ണയെ താൻ തേക്കുന്നത്? ചിരിയോടെ മുടിയിലൊന്ന് തഴുകിയിട്ട് കമല പറഞ്ഞു. അടുക്കളയിൽ ഉണ്ടാവണത് എന്തെണ്ണയാലും അത് തേക്കും. മുടി നീട്ടി വയ്പ്പിക്കാനാണെങ്കിൽ ഏടത്തേക്ക് ഞാൻ കറ്റാർവാഴ കാച്ചിത്തരാം. നല്ലതാ. ഓ, എന്തിന്? കമലയുടെ മുന്നിൽ ചെറുതാവാൻ രാഗി ഇഷ്ടപ്പെട്ടില്ല. കുറേ മുടി നീട്ടിയിട്ട് എന്താ ഗുണം? അവള് പടവുകൾ കയറി. ഏടത്തിയമ്മയ്ക്ക് വല്ലതും തിരുമ്പാനുണ്ടോ? കമല ചോദിച്ചു. ഏടത്തിയമ്മയോ? രാഖി മുഖം ചുളിച്ചു. അതങ്ങനെ? നന്ദേട്ടന്റെ ഭാര്യയല്ലേ? ഏട്ടന്റെ ഭാര്യയെ ഏടത്തിയമ്മ എന്നല്ലേ വിളിക്കേണ്ടത്? അതെ, നന്ദേട്ടന്റെ ഏട്ടനായ രവിയേട്ടന് വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്നല്ലേ കമലെ. അപ്പൊ ഞാൻ അങ്ങോട്ടല്ലേ ഏടത്തിയമ്മ എന്ന് വിളിക്കേണ്ടത്? കമലയുടെ മുഖം നാണത്താൽ തുടുത്തു. ചിരിയോടെ രാഗി പടവുകൾ കയറിപ്പോയി. തിണ്ണയിലെ നന്ദൻ രാഗിയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ, ഈ പരിസരമൊക്കെ ഇഷ്ടായിയോ? അയാള് അന്വേഷിച്ചു. ആ, രാഗി മെല്ലെ തലയാട്ടി. 1-2 ദിവസമൊക്കെ വന്ന് പാർക്കാൻ കൊള്ളാം. സ്ഥിരമായിട്ട് തങ്ങുന്നതിനെ കുറിച്ച് ഓർക്കാനേ വയ്യ. ടെലിഫോണില്ല, ബെഡ്റൂമിൽ AC ഇല്ല, മിണ്ടാനും പറയാനും കമ്പനിയില്ല. ഈ കമലയെ പോലെയുള്ള പെൺകുട്ടികളല്ലേ ഉള്ളൂ. നന്ദഗോപന്റെ മുഖം മങ്ങി. എങ്കിലും പുഞ്ചിരി മാഞ്ഞില്ല. അമ്മ വിചാരിച്ചിരിക്കുന്നത് നമ്മളിവിടെ സ്ഥിരമായിക്കൂടുമെന്നാ. നന്നായിപ്പോ. രാഗി മുഖം വെട്ടിത്തിരിച്ചു. ദിവസേന എത്ര കിലോമീറ്റർ വണ്ടി ഓടിക്കണം? അല്ലെങ്കിൽ ഇത്ര ദൂരം ബൈക്കിന്റെ പിന്നിൽ നിന്ന് യാത്ര ചെയ്യാൻ എനിക്ക് വയ്യ. അച്ഛന്റെ അവസ്ഥയോ? അച്ഛൻ അവിടെ തനിച്ചാ. അച്ഛനെ തനിച്ചാക്കാൻ പറ്റില്ല എന്നൊരു നിബന്ധന മാത്രമേ ഞാൻ നന്ദേട്ടൻ്റെ അടുത്ത് ഒന്നും വെച്ചിരുന്നുള്ളൂ. മറന്നോ? അതിനാരായപ്പോ ആ നിബന്ധന തെറ്റിച്ചത്? ഉറക്കെ ചിരിച്ചുകൊണ്ട് നന്ദഗോപൻ ഭാര്യയെ ചേർത്ത് പിടിച്ചു. 3-ാം നാള് പ്രഭാതം. പോകാനായി പെട്ടികൾ പാക്ക് ചെയ്ത് നന്ദനും രാഗിയും ഇടനാഴിയിലെത്തി. പ്രാതൽ കഴിഞ്ഞതേ ഉള്ളൂ. അമ്മാളിക്കുട്ടിയമ്മയും രവീന്ദ്രനും ഉണ്ണിയും കമലയും എല്ലാം ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ ഇറങ്ങാ, നന്ദൻ പറഞ്ഞു. കണ്ട് കൊതിമാറിയില്ല. 2 ദിവസം കഴിഞ്ഞിങ്ങ് പോരണേ മോളെ, വാത്സല്യോദരകത്തോടെ അമ്മാളിക്കുട്ടിയമ്മ രാഗിയോട് പറഞ്ഞു. ഉടൻ അർത്ഥഗർഭമായിട്ട് രാഗി നന്ദഗോപനും നോക്കി. ഇങ്ങോട്ട് പോന്നാലെങ്ങനെയാ? രാഗിക്ക് ജോലിക്ക് പോണ്ടേ അമ്മേ? നന്ദൻ ചോദിച്ചു. നീ ചെയ്തിരുന്ന പോലെ ഇവിടുന്ന് പോയി വന്നൂടെ? ഞാൻ അനുഭവിച്ച ദുരിതം അവള് കൂടി അനുഭവിക്കണോ? ജോലിയും യാത്രയും കഴിഞ്ഞാൽ പിന്നെ വല്ലതിനും നേരമുണ്ടോ? പിന്നെ നിങ്ങളെവിടെയാ താമസിക്കുക? ടൗണിലെ രാഗിയുടെ വീടില്ലേ? അച്ചു വീട്ടിൽ താമസിക്കാൻ നാണല്ലേ? ഓർക്കാപ്പുറത്തായിരുന്നു ദിലീപിന്റെ ചോദ്യം. നന്ദനയും രാഗിയും മാത്രമല്ല, അമ്മാളിക്കുട്ടിയമ്മയും രവീന്ദ്രനും കമലയും എല്ലാം പതറി. രാഖിയുടെ മുഖം ചുവന്നു. ഇയാൾ ആരാത് ചോദിക്കാൻ? കത്തുന്ന മിഴികളോടെ അയാള് ദിലീപിനെ നോക്കി. ഈ വീട്ടിലെ ഇളയ സന്തതി, ദിലീപ് പറഞ്ഞു. പേര് ദിലീപ്. നന്ദേട്ടനെ ഞങ്ങളുടെ അമ്മ കല്യാണം കഴിച്ചു എന്നല്ലേ ഉള്ളൂ. ആർക്കും തീരെഴുതി തന്നില്ലല്ലോ. ഉദ്ദേശം മനസ്സിലായി. രാഖി പരിഹാസത്തോടെ ചിറികൊട്ടി. ഈ വീട്ടിലെ ഏക ഏണിംഗ് മെമ്പറാ നന്ദേട്ടൻ. ഇവിടെ പിടിച്ചു നിർത്തി സ്ഥിരമായിട്ട് പിഴിയണം. അതല്ലേ വേണ്ടു നിങ്ങൾക്ക്? നന്ദൻ ഒഴിച്ചുള്ളവരെല്ലാം ഞെട്ടിപ്പോയി. ദിലീപ് അല്പം മുന്നോട്ട് വന്നു. ഇതിന് ഞാൻ മറുപടി പറഞ്ഞ നന്ദേട്ടനാണ് ക്ഷീണം, അതുകൊണ്ട് മിണ്ടണില്ല. അപ്പോഴേക്കും അമ്മ ദിലീപിന്റെ വായ പൊത്തിക്കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് രാഗി ഒരു സ്യൂട്ട് കേസ് എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. അല്പം ചെന്നിട്ട് തിരിഞ്ഞു നിന്നു. ഇനി ഈ വീട്ടിലേക്കില്ല. വീണ്ടും തിരിഞ്ഞു നടന്നു. അതോടെ ദിലീപിനെ ഒന്ന് തറച്ചു നോക്കിയിട്ട് അടുത്ത സ്യൂട്ട് കേസും ഷോൾഡർ ബാഗും തൂക്കി നന്ദഗോപനം പുറത്തേക്ക് നടന്നു. അധ്യായം 2. കമലയുടെ ചന്തം തുളുമ്പുന്ന മുഖത്തേക്ക് ഉറ്റുനോക്കി ആ കൈക്കുടുന്നയിലെ തീർത്ഥം വീഴ്ത്തുന്നതിനിടയിലെ ശാന്തിക്കാരൻ കുസൃതിയോടെ തിരക്കി. എവിടേക്കാ രവീന്ദ്രൻ ഇന്ന് അപേക്ഷ അയച്ചിരിക്കണത്? തീർത്ഥം സേവിച്ച് ബാക്കി നെറുകയിൽ തൂവിയിട്ട് കമല നാണത്തിൽ പുഞ്ചിരിച്ചു. അറിയില്ല. അല്ല, അയാൾ എവിടെയെങ്കിലും ഉദ്യോഗത്തിന് അപേക്ഷ വിടുമ്പോഴാണല്ലോ പേരും നാളും പറഞ്ഞ് പുഷ്പാഞ്ജലിയും വിളക്കും കഴിക്കാനായിട്ട് കുട്ടി ഓടിയെത്തുക. ശാന്തിക്കാരൻ
ഒരിലച്ചീന്തിൽ ചന്ദനവും പൂവും അവളുടെ കൈത്തലത്തിലേക്ക് ഇട്ടുകൊടുത്തു. ഏതാ ഈ കുട്ടി? പ്രസാദം വാങ്ങാനായി പിന്നിലെത്തിയ വൃദ്ധനായ പഴയ കഥകളി വേഷക്കാരൻ കോന്തുണ്ണി ആശാൻ കണ്ണുകൾക്ക് മുകളിൽ കൈത്തലം പിടിച്ച് കമലയൊന്ന് നോക്കിയിട്ട് ശാന്തിക്കാരനോട് തിരക്കി. അറിയില്ലേ ആശാന്? വെറ്റിലക്കറ പുരണ്ട കേടുവന്ന പല്ലുകൾ പുറത്തു കാട്ടി ശാന്തിക്കാരൻ നമ്പൂതിരി. കുപ്പളങ്ങാട്ടയാ, അമ്മാളക്കുട്ടിയമ്മയുടെ ഉടപ്പിറന്നുള്ള ഒരാളില്ലേ, ഗോവിന്ദുട്ടി നായർ, അയാളുടെ മോളാ. ചെറുതിലെ തന്നെ ഈ കുട്ടി ഇവിടെ പോന്നാണല്ലോ. ഇപ്പോൾ മനസ്സിലായി. ശൃംഗാരമായ ഒരു ചിരിയോടെ ഇളകിയ ആട്ടത്തിൽ മട്ടിലൊന്ന് ചലിച്ചു കോന്തുണ്ണി ആശാൻ. നമ്മുടെ രവിക്കായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന കുട്ടിയല്ലേ? ഭേഷ്, നാട കണ്ണ, നല്ല ചേർച്ചയാവും രണ്ടാളും തമ്മിലേ. അറിയാതെ കമലയിൽ ഒരു കോരിത്തെരിപ്പുണ്ടായി. നാവില് മധുരമുള്ളതെന്തോ വന്നു വീണതുപോലെ. ആ സുഖം നുടഞ്ഞ് ഒരു നൊടി അവൾ കണ്ണുകൾ പൂട്ടി നിന്നു. പിന്നെ തിടുക്കത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് നടക്കിലെത്തി. ഇലച്ചീന്തിൽ നിന്നും ചന്ദനെടുത്ത് ശ്രദ്ധയോടെ നെറ്റിയിൽ സിന്ദൂരപ്പൊട്ടിന് മേലെ കുറിവരച്ചു. രവി കൊള്ളാട്ടോ, കോന്തുണ്ണി ആശാന്റെ പ്രശംസ. ഇത്രയൊക്കെ പഠിച്ചാലും മണ്ണിൽ പണിയാൻ മടിയില്ലാത്ത ചെക്കന. വറുത്തെറിഞ്ഞാലും കിളിർത്തു പോരുന്ന ആളുകൾ പറയണത്. സ്വഭാവത്തിലാണച്ച നല്ല പാകതയും. കമലയുടെ മനസ്സ് നിറഞ്ഞു. പറഞ്ഞതൊക്കെ നേരാണെന്ന് അവൾക്കറിയാം. തറവാട്ടുപാടത്ത് കൃഷി ഇറക്കുന്നത് രവിയേട്ടൻ തനിച്ചാണ്. അനിയന്മാരുടെ ഒരു സഹായമില്ല. പണിക്കര വച്ചാലും അവരുടെ ഒപ്പം കിളയ്ക്കാനും കന്നുകൂട്ടാനും ചക്രം ചവിട്ടാനും കളപറയ്ക്കാനും ഒക്കെ രവിയേട്ടനുണ്ടാവും. നന്ദേട്ടനേക്കാൾ പഠിപ്പുള്ള ആളാണ്. പക്ഷെ നന്ദേട്ടന് ബാങ്കിൽ ജോലിയായി. രവിയേട്ടൻ ഇപ്പോഴും അപേക്ഷകൾ അയച്ചും ടെസ്റ്റുകൾ എഴുതിയും കാത്തിരിക്കുകയാണ്. എങ്കിലും രവിയേട്ടൻ്റെ അധ്വാന ഫലം കൊണ്ടാണ് കുടുംബകാര്യം നടക്കുന്നത്. ആണ്ടോടാണ്ട് ഉണ്ണാൻ നെല്ല് കിട്ടും, നാളികേരം വീഴും, പച്ചക്കറി കൃഷിയുണ്ട്, പശുക്കളുണ്ട്, നാടൻ ചിട്ടിയുണ്ട്. രവി മിടുക്കനാണെന്ന് പറഞ്ഞ് കമല കേട്ടിട്ടുള്ളൂ. പ്രത്യേകിച്ച് സ്നേഹപ്രകടനമൊന്നും ഇല്ലെങ്കിലും ആ മിടുക്കൻ തൻ്റെതാണെന്ന് അവൾക്കറിയാം. അന്യന്മാരുടെ മുന്നിൽ നല്ല കുട്ടിയായ രവി പലപ്പോഴും നിസാര കാര്യങ്ങൾക്ക് കമലയുടെ അടുത്ത് ചുണ്ടിയെടുക്കാറുണ്ട്. അതിനുള്ള അധികാരവും അവകാശവും രവിയേട്ടനുണ്ടെന്ന ഭാവമാണ് അവൾക്ക്. കമല എന്താ ഈ ലോകത്തൊന്നല്ലേ? അമ്പലത്തിൽ നിന്നുള്ള പടിക്കെട്ടുകൾ ഇറങ്ങുന്ന അവളോട് കഴകക്കാരിയായ ഉമ്മിണി വാരിസേര് ചിരിയോടെ തിരക്കി. നേരത്തെ ചമ്മലോടെ കമല നിന്നു. വാരിസേര് അരികിലെത്തി. ഇന്ന് ആരുടെ പിറന്നാളാ? ആയമ്മയുടെ മുഖത്ത് ഒരു കള്ളച്ചിരി. രവിയുടെയാ? ആരുടെയും പിറന്നാളല്ല, വെറുതെ ഒന്ന് തൊഴാൻ വന്നതാ. തൊഴുത് ഇനി എന്നാണാവോ തേവര് കുട്ടിയോടൊന്ന് പ്രസാദിക്കുക. വാരിസ്യാര് കൊക്കി കൊക്കി ചിരിച്ചു. കമല മുഖം താഴ്ത്തി നിശബ്ദം നിന്നു. ഇളയ ആളുടെ കല്യാണം കഴിഞ്ഞുല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. പെട്ടെന്ന് വാരിസ്യാർ ശബ്ദം താഴ്ത്തി. എന്താ ചിലതൊക്കെ കേൾക്കണ്ടല്ലോ കമലെ? നേരാണോ? എന്താ? കമലയുടെ വിഴികൾ വിടർന്നു. നന്ദഗോപനും ഭാര്യയും കുപ്പളങ്ങാട്ടൊന്ന് പിണങ്ങിയാണ് പോയതെന്നൊക്കെ. ആ പെണ്ണൊരു അതിസാമർത്ഥ്യക്കാരിയാ. ഒറ്റക്കാഴ്ചയിലേ എനിക്കത് മനസ്സിലായി. എന്നാലും 4 ദിവസം പോലും തികയും മുമ്പ് വാരിസാറ് മൂക്കിൽ വിരൽ ചേർത്തു. ചുമ്മാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണ്ട. കമല തിരിഞ്ഞ് ഒതുക്കളിറങ്ങി നടന്നു. ചുമ്മാതൊന്നല്ല, എന്തോ ഉണ്ടായിട്ടുണ്ട്. രവിയുടെ തരമെന്നല്ലല്ലോ നന്ദൻ, അതാർക്കാ അറിയാത്തത്? പരിഹാസത്തിൽ വാരിസാറ് തലകുലുക്കി. നന്ദേട്ടൻ വീട്ടിൽ നിന്നും പിണങ്ങി ഇറങ്ങിപ്പോയ കാര്യം നാട്ടിലും പാട്ടായിരിക്കണമെന്ന് കമലയ്ക്ക് വ്യക്തമായി. വീട്ടിലുള്ള ആരും അക്കാര്യം പുറത്തു പറയാൻ സാധ്യതയില്ല. അതോ അമ്മായി തന്നെ അയൽവക്കത്തുള്ള ആരുടെയെങ്കിലും അടുത്ത് എണ്ണിപ്പെറുക്കി സങ്കടപ്പെട്ടിട്ടുണ്ടാവുമോ? ശുദ്ധ ഹൃദയാണ് അമ്മായി. നന്ദേട്ടൻ പോയ ശേഷം നേരാവണ്ണം ആഹാരം കഴിക്കാറില്ല. മിണ്ടാട്ടം കുറവ്. ഏതു നേരം ആലോചനയിൽ വിഷമിച്ചിരിക്കും. ഒരാഴ്ചക്കകം തന്നെ 2 കത്തുകൾ എഴുതി കഴിഞ്ഞു. സ്വന്തം കുറ്റം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പ്രയാസം ദിലീപനുമുണ്ട്. മുഖം കണ്ടാലറിയാം. പക്ഷെ സമ്മതിച്ചു തരില്ല ചെക്കൻ. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിലാണ് പെരുമാറ്റമെങ്കിലും രവിയേട്ടനും ആകെ മാറിയിട്ടുണ്ട്. വീട്ടിലാകെ മൂകത. നന്ദേട്ടൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ. രവിയേട്ടനെയും ദിലീപിൻ്റെ തരമല്ല നന്ദേട്ടനെന്ന് കമലയ്ക്കറിയാം. നന്ദേട്ടനെ തൻകാരം നോക്കിയാണെന്ന് അമ്മായി തന്നെ പറയാറുണ്ട്. ആഹാരക്കാര്യത്തിൽ പോലും അങ്ങനെയായിരുന്നു. മറ്റാർക്കും വേണ്ടി നന്ദേട്ടൻ കാത്തു നിൽക്കാറില്ല. ദിലീപാണെങ്കിൽ തലതിരിച്ചു. കമലയേക്കാൾ 1 വയസ്സിന് എളുപ്പമുള്ളൂ ദിലീപിന്. എങ്കിലും അവൾ അവനെ കാണുന്നത് കുഞ്ഞനിയനെ പോലെയാണ്. ദിലീപിന് അവള് കമലോപ്പുവാണ്. കമലോപ്പോൾ എന്നതിൻ്റെ ചുരുക്കം. അമ്മ പറഞ്ഞാൽ അനുസരിക്കാത്തവൻ കമലോപ്പ് കൽപ്പിച്ച അടങ്ങും. 10 വർഷം മുമ്പേ തറവാട്ടിലെത്തിയതാണ് കമല. 7ാം ക്ലാസ് പഠിക്കുമ്പോൾ. 1 വർഷം കൂടിയേ പഠനം നീണ്ടുള്ളൂ. പഠിക്കാൻ മിടുക്കിയായിരുന്നിട്ട് മറ്റു നിവൃത്തിയില്ലാതെ അവളുടെ പഠിത്തം നിർത്തിച്ചു അമ്മാളക്കുട്ടിയമ്മ. ഗോവിന്ദൻകുട്ടി നായർക്ക് അത് സഹിച്ചില്ല. എൻ്റെ കുട്ടിയുടെ ഭാവി ഇരുട്ടിലാവില്ല അമ്മയെടുത്ത്,
അയാൾ ചോദിച്ചു. പഠിത്തം കുറഞ്ഞാലും ഒരു കുടുംബം നോക്കാൻ മിടുക്കിയ ഗോവിന്ദ അവള്. അമ്മാളുക്കുട്ടിയമ്മ സഹോദരനെ ആശ്വസിപ്പിച്ചു. അവളെ ഞാനിനി ഇവിടുന്ന് വിടണില്ല. രവിയോ നന്ദനോ ആരേലും അവൾക്കൊരു പുടവ് കൊടുക്കും. ആർക്കാണ് അവളുടെ ജാതകം ചേരുകയെന്ന് വെച്ചാൽ. കമല മനസ്സിൽ പ്രതിഷ്ഠിച്ച് മൂത്തയാളും സൗമ്യനുമായ രവീന്ദ്രനെയാണ്. രവിയേട്ടനെ ഒന്നിച്ചുള്ള ജീവിതം സങ്കല്പിക്കുമ്പോൾ പഠിത്തം നഷ്ടമായതിൽ അവൾക്ക് ഖേദം തോന്നാറില്ല. എന്നാൽ നന്ദന ബാങ്കിൽ ജോലി കിട്ടിയത് അറിഞ്ഞപ്പോൾ ഗോവിന്ദൻകുട്ടി നേരെ ഓടി തറവാട്ടിലെത്തി. നന്ദൻ ആദ്യം ജോലിയെ സ്ഥിതിക്ക് അവനെ കൊണ്ട് കമലയ്ക്ക് ഒരു പുടവ് കൊടുപ്പിച്ചാലോ അമ്മയെടുത്തി. അമ്മാളുക്കുട്ടിയമ്മ പകച്ചുപോയി. രവിയല്ലേ ഗോവിന്ദ മൂത്തത്, കമലയ്ക്ക് അവനെ കാര്യം. എൻ്റെ മനസ്സിലും അങ്ങനെ ഒരു കരുതലാണ് ഉണ്ടായിരുന്നത്. എനിക്കും അത് തന്നെയായിരുന്നു എടുത്തി കരുതൽ. എന്നുവെച്ച് രവിക്ക് ഒരു ജോലി കിട്ടാനായിട്ട് എത്ര നാളാച്ച എൻ്റെ കുട്ടി കാത്തിരിക്കുക. ജോലി കിട്ടാതെ കല്യാണം വേണ്ടാന്നല്ലേ അവൻ്റെയും വാശി. എന്നാലും ഏട്ടന് വേണ്ടി പറഞ്ഞു വെച്ചിട്ട് അനിയനെയും കൊണ്ട് കല്യാണം കഴിപ്പിക്കണത് മോശമല്ലേ ഗോവിന്ദ? കുട്ടികൾക്ക് എന്ത് തോന്നും, നാട്ടുകാർക്ക് എന്ത് തോന്നും? എങ്കിൽ നന്ദൻ തങ്കയെ കല്യാണം കഴിക്കട്ടെ, ഗോവിന്ദൻകുട്ടി നായർ നിർദ്ദേശിച്ചു. അതിലും തെറ്റൊന്നുമില്ലല്ലോ. രവിയുടെയും കമലയുടെയും കല്യാണം രവിക്ക് ജോലിയായിട്ടൊക്കെ ആയിക്കോട്ടെ. അന്യ ഒരു പെണ്ണിവിടെ വരണതിൻ്റെ ദോഷം അമ്മയടുത്തേക്ക് തന്നെയാണ്. സ്വന്തം കുട്ടികളെ നോക്കും പോലെ മറ്റുള്ളത് നിങ്ങൾ നോക്കുമോ? എന്നെ നോക്കണ കാര്യം നിൽക്കട്ടെ, അമ്മാളുക്കുട്ടിയമ്മ പറഞ്ഞു. നന്ദന് സമ്മതമാണോന്ന് ആദ്യം അറിയാം. നന്ദൻ്റെ മറുപടി ഒറ്റ വാചകത്തിൽ തീർന്നു. രക്തബന്ധമുള്ളവർ തമ്മിൽ കല്യാണം ശരിയാവില്ല അമ്മ. അങ്ങനെ നന്ദഗോപൻ സഹപ്രവർത്തകയായ രാഗിയെ സ്വന്തമാക്കി. കമല ഇപ്പോഴും രവിയേട്ടന് വേണ്ടി വഴിപാടുകൾ നേർന്നു കാത്തിരിക്കുന്നു. ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചെത്തിയതും ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാതെ രവീന്ദ്രനുള്ള പ്രാതലമെടുത്ത് അവളെ പാടത്തേക്ക് നടന്നു. തൂക്കുമൊന്തയിൽ ചായയും അടക്കുപാത്രത്തിൽ പലഹാരവുമായിട്ട് കമല വരമ്പത്തെത്തിയപ്പോൾ രവീന്ദ്രൻ ചേറിൽ തിരക്കിട്ട പണിയാണ്. മരിക്കുമ്പോൾ അച്ഛൻ തന്നിട്ട് പോയ മണ്ണാണേ. കൃഷി എത്ര നഷ്ടപ്പെട്ടാലും ഈ മണ്ണ് ഞാൻ വെറുതെ ഇടില്ല. കൂടെ പണിയുന്നവരോട് രവി പ്രഖ്യാപിക്കുകയാണ്. വിറ്റ് കാശ് ബാങ്കിലിട്ടൂടെ എന്ന് നന്ദൻ ചോദിക്കണത്. ഈ മണ്ണ് വിൽക്കണ പ്രശ്നമില്ല. ഉദ്യോഗം കിട്ടുമ്പോൾ കിട്ടട്ടെ, ആരും തോൽപ്പിക്കാൻ നോക്കില്ല. ഇത് വെച്ച് ഞാൻ എൻ്റെ കുടുംബം പറ്റും. ഇങ്ങോട്ട് ശ്രദ്ധിക്കില്ലെന്ന് ഉറപ്പായപ്പോൾ കമല വിളിച്ചു. രവിയേട്ടാ. കമല നിൽക്കുന്നിടത്തേക്ക് ഒന്ന് കണ്ണു തിരിച്ച് രവീന്ദ്രൻ. വരമ്പിൽ വെച്ചിട്ട് പോയിക്കൂടെ? എന്തിനാ ആ കുട്ടീനെ ഇങ്ങനെ കടിച്ചു കീറാൻ ചെല്ലണത്? ഇത്തിരി മയത്തിലൊക്കെ പറഞ്ഞൂടെ? ഒരു കൂട്ടുപണിക്കാരൻ അപ്പു രവിയെ ശ്വാസിച്ചു. അതോടെ രവി ഒരിക്കൽ കൂടി കമലയുടെ നേർക്ക് നോട്ടയച്ചു. പാത്രങ്ങൾ വരമ്പത്ത് വെക്കുകയാണ് അവള്. കൈ നിറയെ ചേറും മണ്ണും ആ പെണ്ണെ. രവിയുടെ സ്വരം അല്പം മൃദുവായി. നീ പോയിക്കോ, പാത്രം ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നോളാം. കമല തിരിഞ്ഞു നടന്നു കഴിഞ്ഞു. ഞങ്ങളെയൊക്കെ കേൾപ്പിക്കാനാവില്ലേ ഇങ്ങനെ? അപ്പു ചോദിച്ചു. പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമൊക്കെ അറിയാട്ടോ. പഠിപ്പും പത്രാസും ലേശം കുറവാണെങ്കിലും ഇത്രയും ചന്തമുള്ളൊരു കുട്ടി ഈ ദേശത്തില്ലാട്ടോ വേറെ. നീ നിന്റെ പണി നോക്കപ്പോയെ. കള്ളച്ചിരിയോടെയാണ് രവി ചങ്ങാതിയെ ശ്വസിച്ചത്. യോഗം എന്താ വെച്ചാൽ അത് നടക്കും. ഇഷ്ടമോ അനിഷ്ടമോ എന്ന് തിരിച്ചറിയാനാവാത്ത നിലപാടാണ് രവീന്ദ്രൻ എപ്പോഴും പ്രകടമാക്കുന്നത്. അതാണ് കമലയുടെ സങ്കടവും. സ്നേഹം വെളിപ്പെടുത്തുന്ന കാര്യത്തിൽ രവിയേട്ടൻ എന്നും പിന്നിലാണെന്നറിയാം. അത് ഉള്ളിൽ സ്നേഹമില്ലാത്തതുകൊണ്ടെന്നല്ല കമല സമാധാനിക്കുന്നു. പാടവരമ്പത്തു നിന്നും അവൾ ഇടവഴിയിലേക്ക് കടന്നപ്പോൾ ഒരു വിസ്മയം കണ്ണിൽപ്പെട്ടത്. ദിലീപ് സുന്ദരിയായ ഒരു പെൺകുട്ടിയായിട്ട് എന്തോ കിന്നാരം പറഞ്ഞുകൊണ്ട് നടന്നു വരുന്നു. അടക്കത്തിലുള്ള വർത്താനം, അവളുടെ മുഖം നിറയെ നാണം. ഒരു നിമിഷം എടുത്ത് പെൺകുട്ടി ഏതെന്ന് കമലയ്ക്ക് മനസ്സിലാവാൻ. അപ്പോഴേക്കും ദിലീപ് കമലയെ കാണുകയും ചെയ്തു. അതോടെ പെൺകുട്ടിയെ പരിചയമേ ഇല്ല എന്ന മട്ടിൽ അവൻ തിരിഞ്ഞു നടന്നു. അങ്ങനെ ഒരു രംഗം കണ്ണിൽപ്പെട്ടിട്ടില്ലെന്ന മട്ടിലാണ് കമല കുപ്പളങ്ങാട്ടെ തൊടിയിലേക്ക് കയറിയത്. തിരികെ വീട്ടിലെത്തിയപ്പോൾ ദിലീപിൻ്റെ മുഖത്തൊരു ചമ്മൽ. ഒന്നും അറിയാത്ത ഭാവമാണ് കമല നടിച്ചത്. രാത്രി അത്താഴ സമയം. രവിയുടെ കിണത്തിലേക്ക് കൂട്ടാൻ വിളമ്പുമ്പോൾ കമല സ്നേഹപൂർവ്വം തിരക്കി. കുറച്ച് പുളിശ്ശേരി കൂടി ഒഴിക്കട്ടെ രവിയേട്ടാ. പെട്ടെന്നാണ് അസഹ്യതയുടെ പൊട്ടിത്തെറി. എന്താച്ചാ ഒഴുക്കി, വല്ലതും വാരി തിന്നിട്ട് പോട്ടെ. കമലയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ദിലീപും അമ്മാളുക്കുട്ടിയമ്മയും അരികിലുണ്ടായിരുന്നു. കമലയുടെ മുഖത്ത് വിഷമം കണ്ടപ്പോൾ ദിലീപ് ഏട്ടനോട് തട്ടിക്കയറി. സമയാസമയത്തിന് വെച്ചുണ്ടാക്കി ഇഷ്ടാനിഷ്ടം നോക്കി വിളമ്പിത്തരാൻ ആളുണ്ടായിട്ടല്ലേ ഈ കറിവ്? പിന്നെ കമലയോട് ആവശ്യപ്പെട്ടു. ആ പുളിശ്ശേരി ലേശം ഇങ്ങോട്ട് വീത്തിക്ക് കമല പോ. പുളിശ്ശേരിയിൽ കുഴച്ച് ഒരു ഉരുള ആസ്വദിച്ച് തലകുലുക്കി സമ്മതിക്കുകയും ചെയ്തു. രസികൻ. വെറുതെ ഇരുന്ന് തിന്നണവർക്ക് എന്തും രസികനാ. രവീന്ദ്രൻ ദിലീപിനിട്ടൊരു കുത്തായിരുന്നു ആ വാചകം. അതേ ശരിയാ. ദിലീപ് ചിരിയോടെ തലകുലുക്കി. മക്കൾക്കിടയിൽ താടിക്ക് കൈയും കൊടുത്ത് മനസ്താപിച്ചിരിക്കുകയായിരുന്നു അമ്മാളുക്കുട്ടിയമ്മ. പൊടുന്നനെ ഒന്ന് നെടുവീർപ്പെട്ടു. ഇന്നത്തെ തപാലിലും ഉണ്ടായിരുന്നില്ലേ
നന്ദൻ്റെ മറുപടി. രണ്ടാമത്തെ കത്തിനെങ്കിലും അവനൊരു വരി കുത്തിക്കുറിക്കുമെന്ന് പ്രതീക്ഷിച്ചു. എന്തു ചെയ്തു ആവോ ഞാൻ അവനോട്? അമ്മ ചെയ്യണ്ട. അർത്ഥഗർഭമായി രവീന്ദ്രൻ ദിലീപിനെ നോക്കി. ആവശ്യമില്ലാത്തടത്ത് വഴക്കിന് ചെല്ലേണ്ട കാര്യമുണ്ടായിരുന്നു അവന്. അമ്മയെ സങ്കടപ്പെടുത്തിക്കൊണ്ട് നന്ദേട്ടൻ ഭാര്യ വീട്ടിൽ വാർക്കാൻ തീരുമാനിച്ചത് ശരിയായില്ല എന്ന് ഇപ്പോഴും ഞാൻ പറയണത്, ദിലീപ് അറിയിച്ചു. അവരുടെ ജോലി അവിടെ ആകുമ്പോൾ അതല്ലേ കഴുതിയ അവർക്ക് സൗകര്യം. പിന്നെ നീ വിചാരിക്കും പോലെ ഭാര്യ വീട് അത്ര മ്ലേച്ഛായ സ്ഥലമൊന്നുമല്ല. അമ്മയ്ക്ക് നന്ദനോടുള്ള സ്നേഹം രാഗിയുടെ അച്ഛന് അവളോടും ഉണ്ട്. പോരെങ്കിൽ അച്ഛൻ്റെ ഒറ്റക്കുട്ടി. അവളവിടെ താമസിക്കരുതെന്ന് പറയണതല്ലേ മര്യാദക്കേട്? എങ്കിൽ അക്കാര്യം പറഞ്ഞാൽ പോരെ? നമ്മൾ നന്ദേട്ടനെ പിഴിയാണെന്നൊക്കെ പറഞ്ഞാൽ ദിലീപ് ചോദിച്ചു. ഒന്ന് നിർത്തുക, രണ്ടാളോടായിട്ട് അമ്മ കൽപ്പിച്ചു. കത്തെഴുതിയത് ഞാനല്ലേ, ഒരു വരി എനിക്ക് ആ കണ്ടിടറി. സാരല്ലമ്മേ, ദിലീപ് അമ്മയെ ചേർത്ത് പിടിച്ചു. ഈ രണ്ട് മക്കളും ഒരുമിച്ച് പിണങ്ങിയാലും അമ്മയ്ക്ക് ഞാനുണ്ട്. അപ്പോഴേക്കും രവീന്ദ്രൻ എഴുന്നേറ്റ് കൈ കഴുകി രംഗം വിട്ടിരുന്നു. മുകളിലെ കിടക്കറയിലെത്തി വായിച്ച് പകുതിയാക്കിയ ഒരു പുസ്തകവുമായിട്ട് അയാൾ കിടക്കയിലേക്ക് മലർന്നപ്പോഴേക്കും വാതുക്കൽ പാലുമായിട്ട് കമലയെത്തി. പാല് ഇടറുന്ന സ്വരം. ഊൺമുറിയിൽ വെച്ച് ദേഷ്യപ്പെട്ടതിൻ്റെ വ്യസനം മാഞ്ഞിട്ടില്ല മുഖത്തുനിന്ന്. എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നീരസത്തിൽ രവി ചോദിച്ചു. ഞാൻ താഴെ വന്ന് കഴിച്ചോളാന്ന് പറഞ്ഞിട്ടില്ലേ? സഹിക്കാനായില്ല കമലയ്ക്ക്. നന്ദേട്ടനെ കല്യാണശേഷമാണ് പാല് മുകളിൽ കൊണ്ടുവരണ്ട എന്ന് നിബന്ധന വെച്ചത്. ഒപ്പം വാക്കിലും നോക്കിലും ഒരു പുച്ഛഭാവവും. എന്തു ചെയ്തു രവിയേട്ട? ഞാൻ ചോദിച്ചില്ല കമല. പൊട്ടി വന്ന കരച്ചിൽ കടിച്ചമർത്തി വെള്ളിമൊന്തയുമായിട്ട് തിരിഞ്ഞു നടന്നു അവള്. അധ്യായം 3. പതിവ് പോലെ ആ മാസവും 1-ാം തീയതി കമലയുടെ അച്ഛനായ ഗോവിന്ദൻകുട്ടി നായർ കപ്പളങ്കാട്ടെത്തി. തങ്കലേലിയുടെ പഠന ചെലവിലുള്ള പണം പറ്റുകയാണ് ലക്ഷ്യം. മലയാള മാസം 1-ാം തീയതിയായിട്ടും കയ്യിൽ കുറച്ച് പണം വന്നാൽ അതിൻ്റെ ഫലം മൊത്തം മാസത്തേക്കും തുടരുമെന്നാണ് ഗോവിന്ദൻകുട്ടി നായരുടെ വിശ്വാസം. അമ്മയടുത്തിയുടെ കയ്യിൽ നിന്നാണെങ്കിൽ വിശേഷമാണെന്ന് അയാൾക്കറിയാം. പക്ഷേ ഇക്കുറി രവീന്ദ്രൻ്റെ മറുപടി നിരാശാജനകമായിരുന്നു. അമ്മാമ്മയ്ക്കൊന്നും അറിയണ്ട, ഒന്ന് കൈ നീട്ടിയാൽ മതി. അയാളെ മുഖം വീർപ്പിച്ചു. കഴിഞ്ഞ മാസം വരെ 200 രൂപ വെച്ച് ഇവിടെ ഏൽപ്പിച്ചിരുന്നതാണ് നന്ദൻ. അതുകൊണ്ടൊന്നല്ല കുടുംബച്ചെലവ് നടന്നിരുന്നെങ്കിലും അവൻ ഇറങ്ങിപ്പോയതോടെ ആ വരുമാനം ഇല്ലാതായി. അവൻ്റെ കല്യാണ ചെലവിനായിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ കടം വാങ്ങിയത് ഇനി ഞാൻ വേണം വീട്ടാൻ. ആ പരിവേദനം കേട്ട് നിശബ്ദം മുഖം കുനിച്ചു നിന്ന് ഗോവിന്ദൻകുട്ടി നായർ. കഷ്ടപ്പാടുകാരനാണ് താൻ. ഇടയ്ക്കിടയ്ക്ക് കയറി വന്ന് ഇവരുടെ ഔദാര്യം സ്വീകരിക്കാറുണ്ട്. എന്നുവെച്ച് തെണ്ടിയൊന്നുമല്ല ഗോവിന്ദൻകുട്ടി. ഈ രവീന്ദ്രൻ്റെ സ്വന്തം അമ്മാമയാണ്. മാത്രമല്ല തൻ്റെ മകളെ ഇവന് കൊടുക്കാൻ പോവുകയാണ്. ആ ഒരു ബഹുമാനം വേണ്ട വാക്കുകളിൽ. നന്ദനെ പോലെ ആയിരുന്നില്ല രവീന്ദ്രൻ. വകതിരിവും മര്യാദയുള്ളവനാണ്. മൂത്തവരെ ആദരിക്കാനും അറിയാം. എന്നിട്ടിപ്പോൾ എന്തുപറ്റി ഇവന്? രവീന്ദ്രൻ അകത്തേക്ക് പോയതും അമ്മാളുക്കുട്ടിയമ്മ തൻ്റെ വലം കൈയിലെ അണിവിരലിൽ കിടന്നിരുന്ന അരപ്പവൻ്റെ മോതിരൂരി സഹോദരൻ്റെ കൈ കൊടുത്തു. കൊണ്ടുപോയി പണയം വെച്ച് ആവശ്യം നടത്ത്, വിൽക്കരുത്. തേങ്ങ വെട്ടിക്കഴിയുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ കുറച്ച് രൂപ തരാം. മോതിരം തിരികെ എടുത്തുകൊണ്ട് വരണം. നല്ല മനസ്സോടെ അല്ലെങ്കിലും എനിക്കിവിടുന്ന് ഒന്നും തരണ്ട. ഗോവിന്ദൻകുട്ടി നായർ പിണക്കത്തിൽ മുഖം വീർപ്പിച്ച് നിന്നു. ബാക്കിയുള്ളവർ ഇങ്ങനെ വല്ലപ്പോഴും കയറി വരുന്നതിലേ അമ്മയ്ക്കും മക്കൾക്കും രസക്കുറവുണ്ടാവും. വന്ന് ഇരക്കണുണ്ടാച്ചാലും അതിനൊക്കെയല്ലേ വരണത്. എൻ്റെ ഒരു കുട്ടിയുണ്ടല്ലോ ഇവിടെ, നിങ്ങളുടെ അടുക്കളക്കാരി. അതിനെ എനിക്ക് അങ്ങനെ അങ്ങോട്ട് മറന്നു കളയാൻ പറ്റില്ലല്ലോ. എന്തിനാ ഗോവിന്ദ നീ ഇങ്ങനെയൊക്കെ പറയണത്? ഒക്കെ നിൻ്റെ തെറ്റിദ്ധാരണകളാ. ഞാനെന്തെങ്കിലും തരണുണ്ടെച്ചാൽ അത് പൂർണ്ണ സമ്മതത്തോடு തന്നെയാവും തരണത്. എൻ്റെ അടുത്തുനിന്ന് നീ വന്ന് കൈ നീട്ടിയാലേ അതൊരിക്കലും ഇരക്കലും ആവില്ല. ഓർത്തോളൂ. അപകർഷതാബോധത്തിന് ഉടമയായതുകൊണ്ട് ഗോവിന്ദൻകുട്ടി നായർക്ക് പെട്ടെന്ന് ദേഷ്യവും പരിഭവമൊക്കെയാണ് വരുന്നത്. എന്നും ദാരിദ്ര്യം അനുഭവിക്കാൻ വിധിക്കപ്പെട്ട വ്യക്തിയാണ്. അനാരോഗ്യവാനൊന്നുമല്ല. മെലിഞ്ഞ് ലേശം നീണ്ടിട്ടാണെങ്കിലും വാക്കിലും നടപ്പിലും നല്ല ചുറുചുറുക്കാണ്. പക്ഷെ കുഴുമടിയനാ. കമഴ്ന്നു കിടക്കുന്ന പ്ലാവിലെടുത്ത് നിവൃത്തി വയ്ക്കില്ല. പുറത്ത് ഒരു ഈച്ച വന്നിരുന്ന സ്വയം ആട്ടിക്കളയില്ല. മറ്റൊരാളെ സഹായത്തിന് വിളിക്കില്ല. എന്നിട്ടും തന്നെ ആരും സഹായിക്കുന്നില്ല എന്ന് സദാ പരാതിപ്പെടും. മടങ്ങും മുൻപ് ഗോവിന്ദൻകുട്ടി നായരെ കമലയുടെ അരികിലെത്തി. പണിതോ, തലകുത്തി നിന്നോ പണിതോ? അയാൾ കുറ്റപ്പെടുത്തി. വല്ലപ്പോഴും ഒരു 10 രൂപ ചോദിച്ചാൽ രവിയടക്കം ഇവിടെയുള്ളവരുടെ മൊത്തം മുഖം വീർപ്പിക്കാനും പഞ്ഞം പറയാനും തുടങ്ങും. എന്നുവെച്ചാൽ ധർമ്മം മേടിക്കാൻ വരണതല്ലേ ഞാൻ. നീ ഇവിടെ കിടന്ന് 10 ആളുടെ പണിയെടുക്കുന്നതിൽ ഒരുത്തർക്കും ഇല്ല ഛേദം. നീ ഒഴുകി വന്നതല്ലേ, മറ്റുള്ളവർ ഇവിടുത്തെ കുട്ടികളും. കമല മറുപടിയൊന്നും പറയാതെ മുഖം കുനിച്ചു നിന്നു. അതേ, നീ ഇവിടുത്തെ ബാല്യക്കാരിയാണോ? ഗോവിന്ദൻകുട്ടി നായർ ചോദിച്ചു.
എനിക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടണം. ഉണ്ടോ? അങ്ങനെ വല്ലതും തരണുണ്ടോ നിനക്ക്? കമലയ്ക്ക് സങ്കടം വന്നു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടെ സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈം.